ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നാട്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേത മേനോനെയും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തു. അമ്മയുടെ തലപ്പത്ത് വനിതകൾ എത്തുന്നത് ചരിത്രത്തിലാദ്യമായി. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. 10 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് ആധുനികവൽക്കരിച്ചത്. പാവറട്ടി ഏനാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷൻ, പട്ടാളക്കുന്ന് റോഡ്, റോസ് ഗാർഡൻ, സന്തോഷ് നഗർ എന്നിവിടങ്ങളിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നിലവിലുള്ള റോഡിലെ കാനകൾ അടഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ദേശീയപാതയിലും പരിസരങ്ങളിലും പെയ്തിറങ്ങുന്ന വെള്ളം താഴ്ന്ന ഭാഗമായ നടത്തറ റോഡിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിലാണ്. മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരമാവണമെങ്കിൽ മണ്ണുത്തി ദേശീയപാത 6 വരി പാത പണിയുന്നതിന് മുമ്പായി മണ്ണുത്തിയുടെ കിഴക്കു പ്രദേശത്ത് നിന്നുള്ള വെള്ളം പടിഞ്ഞാറോട്ട് പോകുന്ന 5 കാനകളുണ്ടായിരുന്നു. അതിലെ 3 കാനകളാണ് ആദ്യം ദേശീയപാത അതോറിറ്റി പണിതത്. അതിലെ 4ാമത്തെ കാന ഞങ്ങൾ വലിയ ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ ആ 4ാമത്തെ കാന പകുതി നിർമ്മാണം തടഞ്ഞു വെച്ച കാന അത് തുറന്നു. ഇനി ഒരു കാനയും കൂടിയും ഈ പ്രദേശത്ത് തുറക്കാനുണ്ട്. ആ കാന തുറന്നു കഴിഞ്ഞാൽ മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ചെറിയ ഒരു പരിഹാരമാവും. ഗുരുവായൂരിൽ ശക്തമായ മഴയെ തുടർന്ന് മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി നളന്ത റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. 2 റോഡിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് അടച്ചു. മഴ തോർന്ന് 2 വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. സെന്ററിലെ രാജലക്ഷ്മി ഹോട്ടലിന്റെ ഷട്ടർ വരെ വെള്ളം ഉയർന്നു. ഗുരുവായൂരിൽ കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് കാൽനടയാത്രികയായ വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവെങ്കിടം അയോധ്യ നഗറിൽ കോറോട്ട് അമ്മിണിക്കാണ് പരിക്കേറ്റത്. തിരുവെങ്കിടം ശ്രീകൃഷ്ണ നിവാസിൽ ഗൗരിയുടെ പറമ്പിലെ മതിലാണ് തകർന്നു വീണത്. കരിങ്കല്ല് ഉരുണ്ടുപോയ കുഴിയിൽ വീണാണ് അമ്മിണിയുടെ കൈക്ക് പരിക്കേറ്റത്. കരിങ്കല്ലുകൾ റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഡ്രൈവർമാരും യാത്രക്കാരും ചേർന്ന് കല്ലുകൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനരാരംഭിച്ചത്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. പോലൂക്കര സ്വദേശി മൂഞ്ഞൽ വീട്ടിൽ 40 വയസ്സുള്ള സോജിയാണ് കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഉള്ളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. മേൽക്കൂരയുടെ കാലുകൾ ചെരിഞ്ഞ നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. രൂപക്കൂടിന് മുകളിൽ ഷീറ്റ് വീണ് മേൽക്കൂരയും പൊളിഞ്ഞിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി.
സമൂഹത്തിൽ ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഭാവി തലമുറയിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക ഏൽപ്പിക്കുക എന്ന ചുമതല നിറവേറ്റാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമഭാവനയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സൃഷ്ടിയും സാക്ഷാത്കരിക്കാൻ ഉതകുന്ന വിധത്തിൽ തയ്യാറായ ആ ഭരണഘടനയിലെ വിലയേറിയ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രതിബദ്ധതയുണ്ട്. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ചടങ്ങിൽ മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, DFO അഭയ് യാദവ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 26 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയകുമാർ പരേഡ് നയിച്ചു. ശക്തമായ മഴയിലും ആവേശം ചോരാതെയാണ് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനിയിൽ നടന്നത്. TCV ന്യൂസ്, തൃശൂർ. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേത മേനോനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും വൈസ് പ്രസിഡന്റുമാരായി ലക്ഷ്മി പ്രിയയെയും ജയൻ ചേർത്തലയെയും ട്രഷററായി ഉണ്ണി ശിവപാലിനെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിയായി അൻസബിയെ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ചരിത്രത്തിലാദ്യമായാണ് അമ്മയുടെ തലപ്പത്ത് വനിതകളെത്തുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത മേനോൻ വിജയിച്ചത്. ആകെയുള്ള 504 അംഗങ്ങളിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്നും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണിത്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ഉൾപ്പെടെ സ്വരാജ് റൗണ്ട് വരെ കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡാണ് 10 കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിച്ചത്. പൂത്തോൾ റോഡ്, നെട്ടിശ്ശേരി റോഡ്, അരിസ്റ്റോ റോഡ്, പുല്ലഴി, പൂങ്കുന്നം, അരണാട്ടുകര തുടങ്ങിയ നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ BMBC ടൈൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പാവറട്ടി ഏനാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. റോഡിനോട് ചേർന്ന് കാനകളില്ലാത്തതാണ് വെള്ളക്കെട്ടിനും റോഡ് തകരുന്നതിനും കാരണമാകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും യാത്രക്കാരും വാഹനോടമകളും തമ്മിലുള്ള തർക്കവും പതിവാണ്. സമീപത്തുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിപ്പിക്കുന്നത് മൂലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി KG സനിൽ ആവശ്യപ്പെട്ടു. ഇവിടെ വണ്ടി ഇടാൻ വരെ പറ്റണില്ല. കംപ്ലീറ്റ് വെള്ളം, ബസ്സുകാരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് വെള്ളം വരുന്നത്. ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റുന്നില്ല. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും എത്ര വെള്ളം. വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുളം പോലെയാണ്. പിന്നെ ഇതിലൊരാൾക്ക് നടക്കാനും ടൂവീലറിന് പോകാനും വരെ പറ്റുന്നില്ല. വെള്ളക്കെട്ടുള്ള റോഡിനോട് ചേർന്ന് KSEB ട്രാൻസ്ഫോർമർ നിൽക്കുന്ന കാരണം അപകട സാധ്യതയും ഏറെയാണ്. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. TCV പാവറട്ടി.
തെക്കുംകര പഴയന്നൂപ്പാടത്ത് വയോധികൻ കിണറ്റിൽ വീണ് മരിച്ചു. വേങ്ങലക്കുണ്ട് മുരിങ്ങയിൽ 93 വയസ്സുള്ള അന്തോണിയെയാണ് പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചതിരിഞ്ഞു മുതൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുറാഞ്ചേരി ദുരന്തം നടന്നിട്ട് 7 വർഷം പിന്നിടുന്നു. വർഷം എത്ര കഴിഞ്ഞാലും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത്. 2018 ആഗസ്റ്റ് 16 ഒരു നിമിഷം നേരം കൊണ്ട് 19 ജീവനുകളാണ് തുടച്ചു നീക്കപ്പെട്ടത്. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ മണ്ണിടിച്ചിൽ തൃശൂർ ഷൊർണൂർ റോഡിന് സമീപമുള്ള റെയിൽവേ പാളം വരെ എത്തിയിരുന്നു. 100ഓളം ടിപ്പറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ദിവസങ്ങളോളം പ്രയത്നിച്ചാണ് 19 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഒപ്പമുണ്ടായിരുന്നവരെ നിമിഷ നേരം കൊണ്ട് ദുരന്തം തട്ടിയെടുത്തതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും കുറാഞ്ചേരി. കുടുംബത്തെ മരണം കവരുന്നതിന് തൊട്ടു മുൻപ് മസ്കറ്റിൽ നിന്നും കുടുംബവുമായി സംസാരിച്ച സിജോയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് മത്തായി, മാതാവ് റോസി, പെങ്ങൾ സൗമ്യ, മക്കളായ മെറിൻ, മെൽന എന്നിവരെയാണ്. സിജോയുടെ ഭാര്യ ബിൻസി പ്രസവത്തിനായി പത്താഴക്കുണ്ടിലെ സ്വന്തം വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. കുറാഞ്ചേരിയിൽ പച്ചക്കറിക്കട നടത്തിയിരുന്ന മോഹനനും കുടുംബവും റോസി, ഏഞ്ചൽ, മത്തായി, ബേബി, സൗമ്യ ഇങ്ങനെ 19 ജീവനുകൾ എല്ലാം ഇന്ന് കുറാഞ്ചേരിക്കാർക്ക് ഉണങ്ങാത്ത മുറിവുകളാണ്. ചെറിയ മണ്ണിടിച്ചിൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത ഇവിടെ ഇത്ര വലിയ ദുരന്തമുണ്ടായത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ വീണ്ടും പ്രദേശവാസികൾ ഒത്തുചേരും, ഉറ്റവർക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നതിനായി. TCV വടക്കാഞ്ചേരി. ഗുരുവായൂർ ചൊവ്വലൂർപ്പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. 40 ടൺ സിമന്റുമായി ട്രെയിലർ റോഡിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കുന്നതിനിടയിൽ കാനയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ചെരിയുകയായിരുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 3 ക്രെയിനുകളുടെ സഹായത്തോടെ 2 മണിക്കൂർ പരിശ്രമിച്ചാണ് ട്രെയിലർ ഉയർത്തിയത്. ഇതേ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ മാസവും ട്രെയിലർ ഇതേ രീതിയിൽ കാനയിലേക്ക് മറിഞ്ഞിരുന്നു. ലളിതകലാ അക്കാദമിയിൽ നടന്നുവരുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന്റെ ഭാഗമായി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ കലാപിനി കോങ്കലി അവതരിപ്പിച്ച സംഗീത കച്ചേരി കാണികൾക്ക് വേറിട്ട അനുഭവമായി. ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടമുള്ള വൈഷ്ണവോ ജനതോ ഭജനുകളും കബീർദാസ്, സൂർദാസ്, തുളസീദാസ് എന്നിവരുടെ കവിതകളുമാണ് കലാപിനി ആലപിച്ചത്. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ്വീഴുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾ നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു. കണ്ടംകുളം, ആനാപ്പുഴ, പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും. തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാൽ ഓഫീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു. സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം. കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാൽ ഓഫീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത്. നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന
ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തകളിലേക്ക്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ദേശീയ പതാക ഉയർത്തി. നേതാക്കളായ TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു ഇനത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. ഒരു തൈമന്ന് ഒരു 6 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്ന അവർ യൂണിവേഴ്സിറ്റി പറയണത്. പ്രഗതി, പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി, പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് 11 വീൽ ചെയറുകൾ സംഭാവന നൽകി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽ ചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് MD രാജേഷ് മേയർ MK വർഗീസിന് കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ, ഡോക്ടർ നോബിൾ, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, സുനിൽ, പ്രസീദ്,
സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 50ഓളം ബ്രാഞ്ചുകളും 650-ലേറെ ജീവനക്കാരുമുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്. കൊടുങ്ങല്ലൂർ നെടിയതളി ശിവക്ഷേത്രത്തിലേക്ക് യന്ത്രക്കൊമ്പനെ നടയിരുത്തുന്നു. തളീശ്വരൻ എന്ന പേരിൽ നടൻ ജാക്കി ഷ്രോഫിന്റെ സഹകരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് ആനയെ സമർപ്പിക്കുന്നത്. യന്ത്ര ആനയ്ക്ക് 800 കിലോഗ്രാം ഭാരവും 3 മീറ്റർ ഉയരവുമുണ്ട്. ആനകളെ ഒരിക്കലും വാടകയ്ക്കെടുക്കുകയോ എഴുന്നള്ളിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് യന്ത്രക്കൊമ്പൻ. ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്ര ആനയെ നിർമ്മിച്ചിട്ടുള്ളത്. മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് ഇന്ത്യ ഇതുവരെ 11 യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 7ാമത്തെ ആനയാണ് കൈമാറുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബെന്നി ബെഹനാൻ MP-യും VR സുനിൽകുമാർ MLA-യും ചേർന്ന് തളീശ്വരന്റെ അനാച്ഛാദനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നടുമുറി ബാബു ശാന്തി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 വെള്ളിക്കുട്ടകങ്ങൾ വഴിപാടായി ലഭിച്ചു. വിജയവാഡ സ്വദേശി ശ്യാം സുന്ദർ ശർമ്മ, മകൻ നീലി കൃഷ്ണ യശ്വന്ത് എന്നിവരാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ വെള്ളിക്കുട്ടകങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടകങ്ങൾക്ക് മൊത്തം 10 കിലോ 300 ഗ്രാം തൂക്കം വരും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 74,240 രൂപയായി താഴ്ന്നു. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 9,280 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നാട്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേത മേനോനെയും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തു. അമ്മയുടെ തലപ്പത്ത് വനിതകളെത്തുന്നത് ചരിത്രത്തിലാദ്യമായി. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. 10 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് ആധുനികവൽക്കരിച്ചത്. പാവറട്ടി ഏനാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.